നമസ്കാരം. മലയാളീസ് കിച്ചൺ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഞാനൊരു സ്പെഷ്യൽ ഫ്രൂട്ട് കേക്ക് അല്ലെങ്കിൽ പ്ലം കേക്ക്, പക്ഷേ അതിൽ മുട്ട ഉപയോഗിച്ചിട്ടില്ല, മൈദ ഉപയോഗിച്ചിട്ടില്ല. എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാണ്. അതിനാവശ്യമുള്ള സാധനങ്ങളാണ്: കുറച്ച് ഞാൻ ബദാം എടുത്തിട്ടുണ്ട്, കുറച്ച് കശുവണ്ടി എടുത്തിട്ടുണ്ട്, കുറച്ച് പിസ്താഷ് ഇതെടുത്തിട്ടുണ്ട്, ഇത് അക്രോട്ട് എന്ന് പറയും, അതെടുത്തിട്ടുണ്ട്. എല്ലാം ഡ്രൈ ഫ്രൂട്ട്സാണ്. കുറച്ച് ഡേറ്റ്സ് അതെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ചെറുതായി മുറിച്ച് ശരിയാക്കി എടുക്കുകയാണ്. ഇങ്ങനെ ചെറുതാക്കി മുറിക്കുകയാണ് എല്ലാം. പിന്നെ ഓരോന്നേനെ ചെറുതായിട്ട് മുറിച്ച് നമുക്കതിൽ കേക്കിൽ കൂട്ടാനായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതും കാഷ്യൂ നട്ട്സും ഇതേമാതിരി ചെറുതായി മുറിച്ച് ഞാൻ എല്ലാം മിക്സ് ആക്കി എടുക്കുകയാണ്. അങ്ങനെ ഞാൻ എല്ലാ നട്ട്സും ഞാൻ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. കശുവണ്ടി, ബദാമുണ്ട്, പിസ്ത ഉണ്ട്, പിന്നെ ആക്രോട്ട്. അതോടുകൂടി ഞാൻ ഈന്തപ്പഴം ഞാനിങ്ങനെ കുരു കളഞ്ഞ് നടു ഇങ്ങനെ കയറിയിട്ട് അതിൻ്റെ കുരു കളഞ്ഞ് അതിനെ നമ്മൾ ചെറുതായിട്ട് മുറിച്ച് മാറ്റി വയ്ക്കുക. ഇതിലേക്ക് ചേർക്കാനായിട്ടാണ് ഇതുമാതിരി ചെറുതായിട്ട് മുറിച്ച് നമ്മളതിനെ മാറ്റി വയ്ക്കുകയാണ്. അതിന് സ്വാദിന് വേണ്ടിയിട്ടാണ്. എല്ലാം ഇടുമ്പോൾ നല്ല സ്വാദാണ്. ഇതൊക്കെ ഞാൻ ഇതുമാതിരി ചെറുതായി മുറിച്ച് മാറ്റി വയ്ക്കാൻ പോകണം. അങ്ങനെ ചെറുതായിട്ട് മുറിക്കേണ്ടത് ഇങ്ങനെ മുറിച്ച് നമ്മളതിനെ മാറ്റി വയ്ക്കാം. അങ്ങനെ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും കൂടി നമ്മൾ നന്നായിട്ട് ഒരു കപ്പിലേക്ക് എടുക്കുകയാണ്. എന്തായാലും എല്ലാം കൂടി ഡ്രൈ ഫ്രൂട്ട് ഏകദേശം ഒരു 3/4 കപ്പ് ഉണ്ടെന്ന് വെച്ചോളൂ. എല്ലാം കൂടെ എടുത്ത് 3/4 കപ്പ് ഉണ്ട്. ഇത് ചെറിയ കപ്പിൻ്റെ സൈസാണ് ഞാൻ പറഞ്ഞു. വലിയ കപ്പ് 250, ഇത് 150. അപ്പോൾ അത് കാരണം ഏകദേശം വലിയ കപ്പിൻ്റെ ഒരു 3/4 കപ്പായിട്ടുണ്ട്. അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഏകദേശം അത്ര തന്നെ, എത്ര നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് അത്ര തന്നെ നമ്മൾ ശർക്കര എടുത്തിട്ടുണ്ട്. ഞാൻ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യണം. നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക, 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതിനൊന്ന് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കണം. നമുക്ക് വല്ലാതെ ഇതാക്കേണ്ട വരും, അതായത് മതി, ഉരുക്കി കിട്ടിയാൽ മതി ശർക്കര. അതിന് വേണ്ടിയിട്ട് കുറച്ച് 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. മെല്ലെ നമ്മളതിനെ ഉരുക്കിയെടുക്കാം. അപ്പം നമ്മൾ ശർക്കര നന്നായി ഉരുകി വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ മുറിച്ച നട്ട്സ് അതിലേക്ക് ഇടണം. ഒന്ന് ചൂടാക്കി കൊടുക്കും. ചൂടാക്കിയെടുക്കും. ഒന്ന് അതിന് ഇതിൽ ശർക്കരയിൽ ഒന്ന് ശരിക്ക് ഒന്ന് വെന്ത് കിട്ടണം. ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മളതിനെ ഇത് വെക്കണമൊന്നുമില്ലല്ലോ. അപ്പം അത് കാരണം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മളൊന്നും ചെയ്യുന്നില്ല. ഈ ശർക്കരയിൽ ഞാനിട്ട് അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി, വല്ലാതെ തിളപ്പിക്കരുത്. അപ്പോൾ ശർക്കര കട്ടിയായി പോവും. നന്നായിട്ട് ഇളകിയിട്ട് നമ്മൾ നന്നായി മിക്സാക്കി കൊടുക്കുക, ഈ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടി. നമ്മൾ എന്തെങ്കിലും ആറാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് ഞാൻ. ആറി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഞാൻ ആറാനായിട്ട് വെക്കുകയാണ്. ഗ്യാസ് ഓഫാക്കിയിട്ട് ഞാൻ ആറാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇത് ചൂടാവണതിൻ്റെ കൂടെ തന്നെ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നമ്മൾ ഒരു കാര്യം ചെയ്യാം, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ടുണ്ട്. സാധാരണ ചെറിയ ഇതിൻ്റെ മുന്തിരിങ്ങ, കറുത്ത മുന്തിരിങ്ങ ഉണങ്ങിയത്, ഇതെല്ലാം കൂടി അതിൽ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായി ഒന്ന് ഒരു തള വരുന്ന വരെ ഇളക്കി അതിനെ നമ്മൾ മാറ്റി വയ്ക്കുക.
ഒന്ന് തള വരുന്നുള്ളൂ. ഇത്രയും ചെയ്താൽ മതി, വല്ലാതെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫാക്കി നമ്മളതിനെ മാറ്റി വയ്ക്കുകയാണ്. ഇപ്പം നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഡയറക്റ്റ് ഓറഞ്ച് ജ്യൂസ് ഇതിന് എടുത്തിട്ട് പിഴിഞ്ഞിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കിട്ടുന്നതുണ്ട് അതുകൊണ്ട് എടുത്തത്. ഞാനിപ്പോൾ ഡയറക്റ്റ് കടയിൽ നിന്ന് വാങ്ങിച്ച് ഓറഞ്ച് ജ്യൂസാണ്. ഒരു 1/2 കപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലേക്ക് തന്നെ 3 ടേബിൾ സ്പൂണ് എണ്ണ. മണമില്ലാത്ത എണ്ണ ഉണ്ടാവണം, വെളിച്ചെണ്ണയൊന്നും ഒഴിക്കരുത്. അതിൻ്റെ കൂടെ കുറച്ച് ഞാൻ വെനില എസൻസ്, കുറച്ച് ഡ്രോപ്പ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണത്. ശർക്കര ഇതൊക്കെ ഉള്ളതല്ലേ, അപ്പം നന്നായി യോജിപ്പിച്ചെടുക്കണം. ഞാനത് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കണം. അതിനെ ഇളക്കി നന്നായിട്ട് എണ്ണയും വെനില എസൻസും ഓറഞ്ച് ജ്യൂസൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഇതിൽ നന്നായിട്ട് മിക്സ് എടുക്കണം. ഞാൻ ഈ മിക്സായി വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. മൈദ വേണമെങ്കിൽ എടുക്കാം, പക്ഷേ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഒരു 3 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. 3 ടേബിൾ സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് വലിയ പാക്കറ്റ് ഇല്ലെങ്കിൽ ചെറിയായിട്ട് ഇങ്ങനത്തെ പാക്കറ്റ് കിട്ടും, അത് നമ്മൾ ഉപയോഗിക്കാൻ പറ്റും. ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ ഇത് പാൽപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്, ഈ 2 ഏലക്ക, ഒരു 2-3 കറുവപ്പട്ട, ഒരു കഷ്ണം കറുവപ്പട്ട, അത് കഴിഞ്ഞിട്ട് ഇതും ക്ലൗസ് എന്താ പറയുന്നത്, കരിയാമ്പൂ, ഇതെല്ലാം കൂടി ഞാൻ പൊടിച്ച് അത് ഞാനൊരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ചുക്കുപൊടി ഇട്ടിട്ടുണ്ട്. ആ ടേസ്റ്റ് കൂടാനാണത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമ്മളതിലേക്ക് അരിപ്പയിലിട്ട് നന്നായി അരിച്ചെടുക്കണം. നമ്മൾ കട്ടയൊന്നും വരാതിരിക്കാനാണ്. നമ്മൾ നന്നായിട്ട് ഇളക്കി അതിനെ ആ മിക്സാക്കി വെച്ച ശർക്കരയും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ്ചറിലേക്ക് നമുക്ക് ഇടുന്നത്. അതേമാതിരി എല്ലാം നന്നായിട്ട് ഞാനത് അരിപ്പയിൽ മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മളതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി നന്നായി യോജിപ്പിച്ചെടുക്കണം. നന്നായി ഇതിലെല്ലാം ശർക്കരയും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. നമുക്ക് വല്ലാതെ കട്ടിയാവാനും പാടില്ല, വല്ലാതെ ലൂസാവാനും പാടില്ല. ഒരു പോറിങ് കൺസിസ്റ്റൻസിക്ക് ആവണം, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വേണമെങ്കിൽ പാൽ ഒഴിക്കാം, വല്ലാതെ ഒഴിക്കരുത്.
നന്നായി മിക്സാക്കി കിട്ടാനാണ്. കുറച്ചും കൂടി പാൽ ഒഴിക്കുന്നു. ഞാൻ ജാസ്തി ഒഴിക്കരുത്. നമ്മൾ മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പ്രോസസ്സ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ കാര്യങ്ങൾ കാട്ടാൻ പോകണം. ഏതായാലും ഞാൻ കേക്ക് ടിന്ന് റെഡിയാക്കുകയാണ്. നാല് ഭാഗത്തും നന്നായിട്ട് നമ്മൾ എണ്ണ പുരട്ടിയെടുക്കുകയാണ്. അതിൻ്റെ കൂടെ കേക്കിൻ്റെ ആവശ്യത്തിനുള്ള പേപ്പർ നമ്മൾ ഒട്ടിക്കുകയാണ്. അവിടെ നമ്മൾ എണ്ണയൊക്കെ തേക്കുക നന്നായിട്ട്. സൈഡിലും നമ്മൾ അതിനൊരു ഇത് വെച്ച് കൊടുക്കുകയാണ്. നാല് ഭാഗത്തും നമ്മൾ കേക്ക് ടീന് റെഡിയാക്കി എടുക്കണം. ഇതിലേക്കാണ് നമ്മളിനി കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കേണ്ടത്. അതിന് നന്നായിട്ട് എണ്ണ പുരട്ടി എല്ലാ ഭാഗത്തും, കാരണം ഒട്ടാതിരിക്കാനാണ് ഉണ്ടാക്കി വരുമ്പോൾ. നാല് ഭാഗത്തും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാനത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കേക്ക് റെഡിയാക്കാനായിട്ട് നമുക്ക് പാത്രം ചൂടാക്കി എടുക്കണ്ടേ, അതാണ് ഞാൻ കാട്ടുന്നത്. ഇപ്പോൾ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രം നമ്മളൊരു 7-8 മിനിറ്റ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാന്ന് പറയില്ല, അത് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, കുക്കറിൻ്റെ അകത്ത് വെക്കുന്ന സാധനമല്ലേ, ആ സ്റ്റാൻഡ് ഞാൻ അതിനകത്ത് കയറ്റി വയ്ക്കുകയാണ്. നന്നായിട്ട് ചൂടായി വരാനായിട്ട്. ഒരു 7-8 മിനിറ്റ് ഞാൻ അതിനെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ചൂടാക്കി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ കേക്കിൻ്റെ ബാറ്ററിയിൽ വെക്കാൻ പറ്റുള്ളൂ. ഏതായാലും ചൂടായി വരുന്നുള്ളൂ, നമുക്ക് വെയിറ്റ് ചെയ്യാം. കേക്ക് ഉണ്ടാക്കുന്ന പാത്രം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കേക്ക് മിക്സിയിൽ ഒന്നും കൂടി റെഡിയാക്കാണ്. 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, അതിൻ്റെ കൂടെ 1 ടീസ്പൂണ് വിനീഗർ ഒഴിച്ചിട്ട് ഞാൻ മിക്സ് ആക്കണം. ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് കൂടുതൽ മിക്സ് ആക്കേണ്ട ആവശ്യമില്ല. ഇത് മിക്സ് ആക്കി കഴിഞ്ഞാൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം നമുക്കതിന് വെക്കാൻ, അപ്പം തന്നെ കേക്ക് ഉണ്ടാക്കണം. ഇത് നന്നായി മിക്സ് ആക്കി എടുത്തിട്ട് വല്ലാതെ മിക്സ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് ടിന്നിലേക്ക് നമ്മളതിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. കേക്ക് ടിന്നിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് നമ്മളതിനെ 4 ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇന്ന് അതിന് നമ്മൾ ടാപ്പ് ചെയ്യണം. എയർ ബബിൾസ് വന്നിട്ടുണ്ടെങ്കിൽ അത് പോവാനാണ്. നന്നായി ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മേലെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണം. ഞാൻ എല്ലാ ഡ്രൈ ഫ്രൂട്ട് ഇട്ടിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ഇതുമാതിരി നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഞാൻ ആ കേക്കിൻ്റെ പാത്രം ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഞാൻ വെക്കാൻ പോവാണ്. ബേക്ക് ചെയ്യുന്ന പാത്രത്തിൻ്റെ മെല്ലെ അതിനെ ഇറക്കി വയ്ക്കുകയാണ്. അതിനെ നമ്മൾ അടച്ച് ഗ്യാസ് നല്ലോണം സിമ്മിൽ വയ്ക്കുക. സിമ്മിൽ വെച്ചിട്ടൊരു 10-45 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം വെന്തുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ അതെങ്ങനെയാണ് അത് പൊന്തി വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് കാണിച്ചതാണ് ഞാൻ. അപ്പോൾ ഒരു 10-45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
വെന്തിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കാനായിട്ട് നമ്മളൊരു കത്തി, ഒരു ഷാർപ്പ് എന്തെങ്കിലും ഒരു ഇതെടുത്തിട്ട് നമ്മൾ നടുഭാഗത്തിട്ട് നോക്കാം. ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് വെന്തിട്ടുണ്ട്. അപ്പോൾ വെന്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, കേക്ക് വെന്ത സ്ഥിതിക്ക് നമ്മൾ ഗ്യാസ് ഓഫാക്കാം. പെട്ടെന്ന് തുറക്കാൻ പാടില്ല. നമ്മളതിനെ മാറ്റി വയ്ക്കുകയാണ്. മാറ്റിയെടുക്കുമ്പോൾ നമ്മൾ മെല്ലെ ഇതെടുത്ത് മാറ്റി. ഇപ്പോൾ ഡിമോൾഡ് ചെയ്യരുത്, കേക്ക് പൊട്ടിപ്പോവും. ഇത് മാറ്റിയിട്ട് അതിൻ്റെ മേലൊരു കട്ടിയുള്ള തുണിയിട്ട് ആറാനായിട്ട് കൊടുക്കണം. ആറി കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ മുമ്പ് എടുത്തു കഴിഞ്ഞാൽ അത് കേക്കൊക്കെ പൊടിഞ്ഞു പോവുള്ളൂ. എന്തായാലും അത് ശ്രദ്ധിക്കണം. അങ്ങനെ പഞ്ചസാരയും മൈദയും ഉപയോഗിക്കാതെയാണ് ഞാൻ ഈ കേക്ക് ഉണ്ടായിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ പ്ലം കേക്ക് അല്ലെങ്കിൽ ഫ്രൂട്ട് കേക്ക് എന്ന് പറയുന്നത്. അതെല്ലാം ഡീമോൾഡ് ചെയ്യുകയാണത്. ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം നമുക്ക്. ഇതിനെ മെല്ലെ ഡീമോൾഡ് ചെയ്യാനായിട്ട് ഞാൻ നോക്കണം. അതിൻ്റെ അവിടുത്തെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്യാണ്. നമ്മളുടെ കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതിനെ കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുമാതിരി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞാൻ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് എത്ര സോഫ്റ്റായിട്ടുണ്ട് അകത്ത്. എല്ലാവരും ഉണ്ടാക്കണം, ട്രൈ ചെയ്ത് നോക്കണം. മൈദ ഇല്ലാത്ത കാരണം ഹെൽത്തിന് പ്രശ്നമൊന്നുമില്ല. മൈദ കഴിക്കുമ്പോഴല്ലേ ബുദ്ധി. ഇത് കഴിച്ച് നോക്കണം. എന്തായാലും ഞാൻ കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും കമൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പറയണം. എന്താ വേണ്ടത് വെച്ചാൽ എന്തെങ്കിലും വ്യത്യാസം ചെയ്യണമെങ്കിൽ അത് ചെയ്ത് എടുക്കാം നമുക്ക്. നന്ദി, നമസ്കാരം. നന്നായി താങ്ക്സ് ഫോർ വാച്ചിങ്.